ആ, നമസ്കാരം. ഞാൻ ഡോക്ടർ മർസൂഖ് അലി, കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വൃക്കരോഗങ്ങളും അവയെക്കുറിച്ചുള്ള മിഥ്യാധാരണകളെ കുറിച്ചാണ്. നാട്ടിൽ വൃക്കരോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുന്നതിന്റെ കൂടെ തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, അതായത് മിഥ്യാധാരണകളും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവയിൽ ചില മിഥ്യാധാരണകൾ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടുന്നതിനും കൃത്യമായിട്ടുള്ള അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിനും തടസ്സം നിൽക്കാറുണ്ട്. അപ്പൊ സമൂഹത്തിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന മിഥ്യാധാരണകൾ എന്തെല്ലാമെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തെ വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു മിഥ്യാധാരണ, വൃക്കരോഗത്തിൽ, അതായത് പ്രമേഹ രോഗത്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ വൃക്കരോഗം ഉണ്ടാക്കും എന്നുള്ളത് വളരെ സാധാരണയായിട്ട് രോഗികളും നാട്ടിൽ പൊതുവെ പ്രചാരമുള്ള ഒരു മിഥ്യാധാരണയാണ്. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം പ്രമേഹത്തിന് നമ്മളെ നാട്ടിലുള്ള വൃക്കരോഗങ്ങൾ എടുത്താൽ ഏകദേശം 50% പകുതിയോളം പ്രമേഹം കാരണം വരുന്നതാണ്. പ്രമേഹത്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഷുഗർ നിയന്ത്രിക്കുന്നത് വഴി വൃക്കരോഗം ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പ്രമേഹം നിയന്ത്രിക്കുന്നത് ഭാവിയിൽ വൃക്കരോഗം വരാതിരിക്കാനുള്ള പ്രധാനമായ ഒരു സ്റ്റെപ്പാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പ്രമേഹം നിയന്ത്രണം ആണ് ഭാവിയിൽ വൃക്കരോഗം വരാതിരിക്കാനുള്ള കാര്യം. മരുന്ന് കഴിക്കുന്നത് ഒരു കാരണവശാലും വൃക്കരോഗം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയായിട്ട് വരാറില്ല. അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിന്ന് മാറിയാലേ കൃത്യമായിട്ടുള്ള പ്രമേഹം ചികിത്സിക്കുകയും അതുവഴി വൃക്കരോഗം ഭാവിയിൽ വരുന്നത് തടയാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. വളരെ സാധാരണയായിട്ട് കാണുന്ന മറ്റൊരു തെറ്റായ ധാരണയാണ് മൂത്രത്തിൽ പത കണ്ടാൽ വൃക്ക രോഗമുണ്ടെന്ന് ഉറപ്പാണെന്നുള്ള ഒരു കാര്യം. ഇതും ഒരു തെറ്റായ ധാരണയാണ്. മൂത്രത്തിൽ പത, എല്ലാ മൂത്രത്തിൽ പതയും അപകടമായിട്ടുള്ള ഒരു കാര്യമല്ല. മൂത്രത്തിൽ പതയുടെ കാരണം മൂത്രത്തിൽ കൂടെ അമിതമായിട്ട് പോകുന്ന ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു പതയ്ക്കൊരു പ്രസക്തി വരുന്നത്. അതുകൊണ്ട് തന്നെ വൃക്കരോഗം വരാൻ സാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ മുമ്പ് കാണാത്ത വിധത്തിൽ മൂത്രത്തിൽ ഒരു പത കണ്ടാൽ അത് കൃത്യമായിട്ട് യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ നഷ്ടമാവുന്നുണ്ടോ എന്ന് വിലയിരുത്തി ഒരു അസുഖത്തിന്റെ തുടക്കമാണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് മൂത്രത്തിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ പോകുന്നില്ല എന്നുള്ള കാര്യം പൂർണ്ണമായി ബോധ്യമായാൽ പിന്നെ അതിനെക്കുറിച്ച് ആശങ്കയ്ക്ക് ആവശ്യമില്ല. അതായത് എല്ലാ മൂത്രത്തിൽ പോകുന്ന പതയും ഒരു വൃക്കരോഗ ലക്ഷണമാവണമെന്നില്ല. ആ ഒരു സംശയമുള്ളവർ കൃത്യമായിട്ട് യൂറിൻ പരിശോധിച്ച് അസുഖമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. മൂന്നാമതായിട്ട് വളരെ സാധാരണയായിട്ട് നാട്ടിൽ പ്രചരിക്കുന്ന ഒരു വൃക്കരോഗങ്ങളെ കുറിച്ചുള്ള ഒരു മിഥ്യാധാരണയാണ് എപ്പോഴും വൃക്കരോഗമുള്ളവർക്ക് ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളത്. നമുക്കറിയാലോ, ഒരു വൃക്കരോഗം പല തരമുണ്ട്. എല്ലാത്തിന്റെയും ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് തുടക്കത്തിൽ ഒരുപോലെ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ വൃക്കരോഗം വരാൻ സാധ്യത ഉള്ള റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ, അതായത് അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, കൃത്യമായിട്ട് ചികിത്സിക്കപ്പെടാത്ത ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മറ്റ് വൃക്കരോഗത്തിന് വരാൻ സാഹചര്യമുള്ള മറ്റ് അസുഖക്കാർ എന്നുള്ളവർ കൃത്യമായിട്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വൃക്കരോഗം വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് അസുഖം വരുന്നതിന് മുന്നേ തന്നെ ഈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അവരുടെ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്ത് ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അസുഖം കണ്ടുപിടിക്കേണ്ടതാണ്. എങ്കിലേ കൃത്യമായിട്ടുള്ള ചികിത്സ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അസുഖം നമ്മളുടെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ ചികിത്സിച്ച് നല്ല രീതിയിൽ പേഷ്യന്റ് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധാരണയായിട്ടുള്ള ഒരു നാട്ടിൽ പ്രചരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ് ഉണ്ടായാൽ അത് വൃക്കരോഗമാണ് രോഗിക്ക് എന്നുള്ളത് ഉറപ്പാണെന്നുള്ള കാര്യം. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. മിക്കവാറും രോഗികൾ പലപ്പോഴും ആദ്യം തന്നെ
നീര് കണ്ടിട്ട് എത്തുന്നത് വൃക്കരോഗ വിദഗ്ധന്റെ അടുത്താണ്. അതിന് കാരണം നാട്ടിൽ പൊതുവെ പ്രചരിക്കുന്ന കാര്യം നീര് കണ്ടാൽ അത് വൃക്കരോഗം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. വൃക്കരോഗത്തിന്റെ ഒരു ലക്ഷണമാണ് എന്നുള്ളതാണ്. അത് ഒരു നീര് വൃക്കരോഗത്തിന്റെ ഒരു ലക്ഷണമാണെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ പോലും എപ്പോഴും നീര് വൃക്കരോഗം കൊണ്ട് മാത്രമാവണമെന്നില്ല. മറ്റ് പല അസുഖങ്ങളിലും പല സാഹചര്യങ്ങളിലും കാലിലും പല ശരീരത്തിന്റെ പല ഭാഗത്തും നീര് വരാം. ഉദാഹരണത്തിന് ലിവർ കരൾ സംബന്ധമായിട്ടുള്ള അസുഖം, ഹാർട്ട് സംബന്ധമായ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം, ഹാർട്ടിന്റെ പമ്പിങ്ങിൽ വരുന്ന വ്യത്യാസം, ചിലതരം വാദങ്ങൾ, ഹോർമോൺ അബ്നോർമാലിറ്റീസ് ലൈക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന വ്യത്യാസം, ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള അസുഖങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ശരീരത്തിൽ നീര് വരാം. പിന്നെ ചില പ്രത്യേക മരുന്നുകൾ, ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ കൊടുക്കുന്ന അമ്ലോഡിപ്പിൻ പോലത്തെ ചില മരുന്നുകൾ കൊണ്ടും കാലിൽ നീര് വന്നേക്കാം. ചില സ്ത്രീകളിൽ അവരുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഫ്ലക്ച്വേഷൻ കാരണം ഉള്ള വ്യതിയാനം കാരണം ശരീരത്തിൽ നീര് വരാം. ആ നീരിന് പ്രത്യേകിച്ച് ഒരു കാരണം വേണമെന്നില്ല. അതുകൊണ്ട് നീര് ഇത്രയും സാഹചര്യങ്ങളിൽ വരാവുന്നത് കൊണ്ട് എപ്പോഴും നീര് കണ്ടാൽ വൃക്കരോഗമാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ അസുഖങ്ങളും കൂടി ഇല്ല എന്നുള്ള കാര്യം ആദ്യം വൃക്കരോഗം ഇല്ലെന്ന് നമ്മൾ ഉറപ്പാക്കുന്നതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ അസുഖങ്ങൾ ഇല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം വൃക്കരോഗം കൊണ്ട് മാത്രമാണ് നീര് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ചികിത്സിക്കാവുന്ന മറ്റു പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ വൈകുകയും അവയുടെ അസുഖം കൂടി അത് രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത ഒരു വളരെ സാധാരണയായിട്ട് ഉള്ള ഒരു തെറ്റായ, വളരെ അപകടകരമായുള്ള ഒരു മിഥ്യാധാരണയാണ് ശരീരത്തിൽ നീരുള്ളവർ ആ നീര് പോവാൻ വെള്ളം നല്ലോണം കുടിക്കണം എന്നുള്ളത്. ഇത് അപകടകരമായിട്ടുള്ള ഒരു തെറ്റായ ധാരണ എന്ന് പറയാൻ കാരണം സ്വതവേ പ്രത്യേകിച്ച് വൃക്കരോഗം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം കാരണം നീര് ഉള്ളവർ ശരിക്ക് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഈ കൂട്ടർ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അവരുടെ ശരീരത്തിൽ നീര് വർദ്ധിക്കാനും അതുവഴി ശ്വാസകോശത്തിൽ നീര് വന്ന് പൾമനറി എഡിമ എന്ന അസുഖം എന്ന സാഹചര്യം വരാനും നല്ല ശ്വാസം മുട്ടൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ അനിയന്ത്രിതമായിട്ടുള്ള വെള്ളം കൂടി പ്രത്യേകിച്ച് നീരുള്ള സാഹചര്യത്തിൽ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവിൽ വ്യതിയാനം, പ്രത്യേകിച്ച് സോഡിയത്തിന്റെ അളവ് കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൃക്കരോഗം അഥവാ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം കാരണം നീരുള്ളവർ വെള്ളത്തിന്റെ അളവ് കുറക്കുകയാണ് വേണ്ടത്. കൂട്ടുന്നത്, അതിന് പകരം വെള്ളം കുടിക്കുന്നത് കൂട്ടുന്നത് അവരുടെ അവസ്ഥ കുറച്ചുകൂടെ മോശമാകാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുക. ഒരു വളരെ സാധാരണയായിട്ടുള്ള മറ്റൊരു മിഥ്യാധാരണയാണ് പൊട്ടാസ്യം സംബന്ധമായിട്ടുള്ളത്. അതായത് ഒരു പ്രബലമായിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് വൃക്കരോഗികൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അവരുടെ ക്രിയാറ്റിൻ വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഇതൊരു തെറ്റായ ധാരണ. അതിന് കാരണം വൃക്കരോഗികളിൽ സാധാരണ ആൾക്കാരെക്കാളും പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരടുത്ത് പൊട്ടാസ്യം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ, കൂടാതെ സാലഡ് പോലെ കഴിക്കുന്ന പച്ചക്കറികൾ, പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് കുറയ്ക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ഇത് അവരുടെ ശരീരത്തിലെ പൊട്ടാസ്യം കൂടുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കുന്നത് കൊണ്ട് ക്രിയാറ്റിനിൽ കാര്യമായിട്ട് ഒരു മാറ്റവും വരാനുള്ള സാഹചര്യമില്ല. ക്രിയാറ്റിൻ കൂടാനുള്ള സാഹചര്യം തീരെയുമില്ല. പക്ഷെ പൊട്ടാസ്യം ഉള്ള ഭക്ഷണം, പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുള്ളവർ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് പൊട്ടാസ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് അവരുടെ ക്രിയാറ്റിൻ കൂടുന്നതിന് ഒരിക്കലും ഒരു കാരണമാകാറില്ല. അടുത്ത ഒരു വളരെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ സാധാരണയായിട്ട് കാണുന്ന മറ്റൊരു ഒരു മിഥ്യാധാരണയും കൂടെ പറയാം. അത് ഡയാലിസിസിനെ കുറിച്ചാണ്. നമുക്കറിയാലോ, വൃക്കരോഗികളുടെ വൃക്കരോഗം മൂർച്ഛിച്ചാൽ കൊടുക്കുന്ന ഒരു ചികിത്സാ വിധിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയാലിസിസിനെ കുറിച്ച് ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ
ഒരിക്കൽ ഡയാലിസിസ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യണമെന്നുള്ള ഒരു ധാരണയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ടത് വൃക്കരോഗം 2 തരമുണ്ട്. ഏത് തരം വൃക്കരോഗത്തിനാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അത് താൽക്കാലികമായിട്ട് ചെയ്താൽ മതിയോ അതോ അത് സ്ഥിരമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം വരുന്നത്. വൃക്കരോഗത്തെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് താൽക്കാലികമായിട്ട് വരുന്ന വൃക്ക പരാജയം അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. രണ്ടാമത് സ്ഥിരമായിട്ട് വരുന്ന വൃക്കരോഗം അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ്. താൽക്കാലികമായിട്ട് വരുന്ന വൃക്ക പരാജയം ചില ഘട്ടങ്ങളിൽ മൂർച്ഛിച്ച് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഇത്തരം ആളുകളിൽ കുറച്ച് ഡയാലിസിസ് ചെയ്യുകയും ആ സമയം കൊണ്ട് അവരുടെ വൃക്കയുടെ പ്രവർത്തനം തിരിച്ചു വരുന്നതിനോട് കൂടെ തന്നെ ഡയാലിസിസ് പതുക്കെ കുറച്ച് ഡയാലിസിസ് നിർത്താൻ സാധിക്കും. എത്ര വൃക്കക്ക് അസുഖം വന്നത് എത്ര ശക്തിയിലാണ് അതിനനുസരിച്ചിരിക്കും കിഡ്നിയുടെ ഒരു റിക്കവറി. അതുപോലെ എത്ര ഡയാലിസിസ് വേണ്ടി വരും എന്നുള്ളത്. പകരം അപ്പൊ ഇത്തരം താൽക്കാലികമായിട്ടുള്ള വൃക്കപരാജയം വരുന്ന പേഷ്യൻസിൽ അത് ഡയാലിസിസ് കുറച്ച് നിർത്താൻ സാധിക്കും. പകരം സ്ഥിരമായിട്ട് വരുന്ന വൃക്കരോഗമുണ്ട്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ്. വൃക്കരോഗം 3 മാസത്തിൽ കൂടുതൽ നിലനിൽക്കുന്നതിനാണ് ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ സ്ഥായിയായ വൃക്കരോഗം എന്ന് പറയുന്നത്. ഇത്തരം ആളുകളിൽ വളരെ വളരെ ഗ്രാജുവൽ ആയിട്ട് പതുക്കെ വൃക്കരോഗം കൂടി ഒരു ഘട്ടത്തിൽ അവർക്ക് വൃക്കയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലക്കുന്ന ഒരു സമയത്ത് അവർക്ക് ഡയാലിസിസ് വേണ്ടി വരാറുണ്ട്. ഈ കൂട്ടർക്ക് ഒരു ഡയാലിസിസ് പിന്നെ ലൈഫ് ലോങ് ആയിട്ട് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. അത് നിർത്താൻ സാധിക്കുന്നതല്ല. വളരെ അതിന് വൃക്ക മാറ്റിവെക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ആൾക്കാർക്ക് വൃക്ക മാറ്റിവെക്കുന്നത് വരെ ഡയാലിസിസ് തുടരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏത് തരം വൃക്കരോഗത്തിനാണ് ഡയാലിസിസ് ചെയ്യുന്നത് അതനുസരിച്ച് ഇരിക്കും നമ്മൾ അത് സ്ഥിരമായിട്ട് ചെയ്യണോ അതോ താൽക്കാലികമായിട്ട് ചെയ്യണോ എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഡയാലിസിസും സ്ഥിരമായിട്ട് ചെയ്യേണ്ടതില്ല. താൽക്കാലികമായിട്ട് വരുന്ന വൃക്കരോഗങ്ങൾക്ക് ഡയാലിസിസ് നിർത്താൻ സാധിക്കും. ഇത്രയും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചു. വൃക്കരോഗങ്ങളെ കുറിച്ചുള്ള നമ്മളെ മിഥ്യാധാരണകളെല്ലാം കുറയട്ടെ, അതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണകൾ വർദ്ധിക്കട്ടെ. അങ്ങനെ അസുഖങ്ങളെ നേരത്തെ കണ്ടുപിടിക്കാനും കൃത്യമായിട്ട് ചികിത്സിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വൃക്കരോഗങ്ങളെ കുറിച്ചുള്ള ഈ ഒരു ടോക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.